أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الله سبحانه وتعالى ഈ മഹത്തായ സദസ്സിൽ സാധുക്കളാകുന്ന നാം വളരെ നല്ല ഒരു ലക്ഷ്യത്തോടെ ഒരുമിച്ച് കൂടിയത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്യണം എന്ന് നിരവധി ആളുകൾ നമ്മോട് ആവശ്യപ്പെടാറുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയും മനസ്സിനകത്തുള്ള നല്ല മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരം സന്തോഷം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ ഉസ്താദുമാരെ, ബഹുമാനരായ രക്ഷിതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, മാന്യ സഹോദര സഹോദരിമാരെ, വളരെ സുദീർഘമായ ഒരു സമ്മേളനമാണ് ആക്കോട് പ്രദേശത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു സമ്മേളനം സമാപിക്കാനുള്ള സമയമായിട്ട് പോലും ഇനിയും വിശാലമായ ചില പ്രഭാഷണങ്ങൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കാതെ ഈ പ്രദേശത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുവാനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് സമൂഹത്തോട് എന്താണ് പറയാനുള്ളത് എന്നും ഏതാനും മിനിറ്റുകളെ കൊണ്ട് മാത്രം ഞാൻ ഇവിടെ ബോധ്യപ്പെടുത്തി എന്റെ സംസാരം അവസാനിപ്പിക്കും. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തളിയും സത്താർ സാഹിബുമൊക്കെ അനിവാര്യമായ ചില കാര്യങ്ങൾ എടുത്തുധരിച്ച് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും. ഒരു കാര്യം ഉറപ്പാണ്, നിഷ്പക്ഷമതികളാകുന്ന ആളുകൾ ഈ പ്രഭാഷണങ്ങളെ ശ്രദ്ധിക്കുകയും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ എന്ന അർത്ഥത്തിൽ നമ്മുടെ പ്രഭാഷണങ്ങളെയും സമ്മേളനങ്ങളെയും ഒക്കെ വിലയിരുത്തുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യമുണ്ട്. ഇതാണോ ദീനി ദഅവത്ത് എന്നൊരു ചോദ്യം. ആ ഒരു ചോദ്യം സ്റ്റേജിൽ നിന്ന് ഉയർന്നാലും നാട്ടുകാർക്കിടയിൽ സംസാരമധ്യേ ഉയർന്നു വന്നാലും ഇതാണോ ദീനി ദഅവത്ത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. നമുക്ക് ഇതൊന്നും ഒരിക്കലും പറയാൻ താൽപര്യം ഇല്ല. ഇവിടെ പരിശുദ്ധ ദീന് നിരക്കാത്ത ചില കാര്യങ്ങളുമായി അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കൾക്ക് സൗകര്യം നൽകുന്ന വിധത്തിൽ ചില ആളുകൾ രംഗപ്രവേശം നടത്തുമ്പോൾ പണ്ഡിതന്മാരെ അനുസരിച്ച് ജീവിക്കുന്ന പരിശുദ്ധരാകുന്ന ദീനിന്റെ പ്രബോധകന്മാർ മിണ്ടാതിരുന്നു പോയാൽ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകും. ഈ മഹത്തായ സദസ്സിൽ ഈ നല്ല ശബ്ദം കേൾക്കാൻ വേണ്ടി, ഇവിടുത്തെ പരിശുദ്ധമായ നസീഹത്തുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ധാരാളം കാരണവന്മാരുണ്ട്, മഹല്ലു നേതൃത്വമുണ്ട്, പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്.
ഇതുപോലെ വേദി കെട്ടി ഉസ്താദുമാർ നിരന്നിരുന്ന് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹദീസും ഇസ്ലാമിന്റെ ചരിത്രങ്ങളും പറഞ്ഞു കൊടുത്തിരുന്ന ആ നല്ല പ്രഭാഷണങ്ങളെയും വഴലുകളെയും ഒക്കെ ഓർക്കുന്ന നല്ലവരാകുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വിഷയങ്ങളാണ് ഇന്ന് കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തും സ്വന്തം താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ദീനിനെ ബലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മറുഭാഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഇടയിലാണ് നിഷ്പക്ഷമതികളെന്ന് പറയുന്ന, നല്ലവരെന്ന് പറയുന്ന, അതുപോലെ പ്രശ്നക്കാർ അല്ല എന്ന് പറയുന്ന, മധ്യസ്ഥന്മാർ എന്ന് പറയുന്ന, അതുപോലെ ഇവിടെ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന, ബിസിനസ്സുകാരെന്ന് പറയുന്ന പലതരത്തിലുള്ള ആളുകൾ കടന്നു വരുന്നത്. എന്നിട്ട് അവർ മതത്തിന്റെ പ്രബോധകന്മാരെ ഉപദേശിക്കുകയാണ്. പത്രങ്ങളിലൊക്കെ തന്നെ ആർക്കും എഴുതാവുന്ന ചില കോളങ്ങളിലൊക്കെ മതപണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും ഉപദേശിക്കാൻ ചില എഴുത്തുകാര് വരികയാണ്. എന്നിട്ട് ഇവിടെ പറയുന്നതിന് ഒരു പരിധി വേണം, ചില കാര്യങ്ങൾ പറയാതിരിക്കണം എന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ വരികയാണ്. ഒരു നോമ്പ് തുറപ്പിക്കൽ ചടങ്ങ് എന്ന തരത്തിലൊക്കെ എല്ലാ സംഘടനയുടെ പ്രവർത്തകന്മാരെയും പ്രതിനിധികളെയും വിളിച്ചുകൊണ്ടുവന്നിട്ട് നിങ്ങളൊക്കെ വളരെ ഐക്യത്തോടെ, സൗഹാർദ്ദത്തോടെ, സമാധാനത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാതെ നല്ല നിലയ്ക്ക് ജീവിക്കണം എന്നുള്ള ഒരു ഉപദേശം ഇവരുടെ ഭാഗത്തുനിന്ന് വരികയാണ്. ഇവിടെ എന്തു ചെയ്യണം? ഈ പറയുന്നതാണോ നന്മ? അതല്ല അതിനപ്പുറത്ത് ഒരു നന്മയുടെ നാം പഠിക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കണം, മഹല്ലു നേതൃത്വം നന്നായി ശ്രദ്ധിക്കണം. ഓരോ വ്യക്തികളും വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇലാഹാകുന്ന റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ച് ആലോചിക്കാത്ത ആളുകളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, യൗമൽ യൗമല്ലദീ തുസ്റൂന ഫീഹി ഫൗജൻ ഫൗജാ. നിങ്ങളെ സംഘമായി ഒരുമിച്ച് കൂട്ടുന്ന ഒരു നാളുണ്ട്. ആ ഒരു ദിവസം ഇവിടെ വരാതിരിക്കൂല. അന്ന് നിങ്ങൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ഇത് പത്രക്കാര് കാണും, ചാനലുകൾ ശ്രദ്ധിക്കും, മാധ്യമങ്ങൾ ഇത് വിലയിരുത്തും, പൊതുസമൂഹം വിലയിരുത്തും എന്ന് പറഞ്ഞിട്ട് നാം ആരെയാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്? എന്നാൽ ആ നാളിൽ നിങ്ങൾ ആരുടെ മുമ്പിലാണ്? വത്തഖൂമൂന ബൈന യദൈ റഹ്മാനി സുഫൻ സുഫാ. അർഹമുർറഹീമാകുന്ന റബ്ബിന്റെ മുമ്പിലാണ് നിങ്ങൾ അണിയണിയായി നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു ദിവസം വരും. ആ ദിവസത്തിൽ നിങ്ങൾ മിണ്ടിയതും മിണ്ടാതിരുന്നതും, നിങ്ങൾ അനങ്ങിയതും അനങ്ങാതിരുന്നതും, നിങ്ങൾ മൗനം പാലിച്ചത്, നിങ്ങൾ പ്രതികരിച്ചത് ഒന്നുപോലും വിടാതെ ഒരക്ഷരം പോലും വിടാതെ അവിടെ വായിക്കും. ആ സമയത്ത് എന്താണ് വേണ്ടത്? അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഹദ്റത്തിൽ വന്ന് ചില മധ്യസ്ഥന്മാർ വന്നു. എന്താണ് മധ്യസ്ഥന്മാർക്ക് പറയാനുള്ളത്? ഓ മുഹമ്മദ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താ? സൗന്ദര്യമുള്ള പെണ്ണാണോ? ഞങ്ങൾ അത് തരാം. മക്കയുടെ അധികാരമാണോ? അത് ഏൽപ്പിച്ചു തരാം. സാമ്പത്തികമായ സൗകര്യമാണോ? അത് തരാം. ലീഡർഷിപ്പാണോ നിങ്ങൾക്ക് വേണ്ടത്? അത് തരാം. ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറേണ്ടതുണ്ട്. ഈ നാട്ടിലെ ധാരാളം ആളുകൾ ബിംബങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ മുമ്പിൽ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു സത്യമുണ്ടല്ലോ, അത് പറയാതിരിക്കണം. നിങ്ങൾ തൽക്കാലം മിണ്ടാതിരിക്കണം. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കണം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സത്യമെന്ന് പറയുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം വരുന്നുണ്ട്. വീട്ടുകാർ തമ്മിലടിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. നമ്മുടെ പൂർവീകരാകുന്ന പല ആളുകളും ബിംബങ്ങളെ ആരാധിച്ച് നടന്നു വന്നവരാണ്. അവരെയാണല്ലോ വിമർശിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം ഒരു വീഴ്പ്പലക്കലില്ലാതെ സൗഹാർദ്ദത്തോടെ ജീവിക്കുകയാണ്.
സ്റ്റാറ്റസ് കോ നിലനിർത്തുകയാണ്. ആരൊക്കെ എന്തൊക്കെ വാദങ്ങളുമായി വന്നു പറഞ്ഞാലോ അവർ സത്യത്തിന്റെ പരിശുദ്ധമായ സന്ദേശം പറഞ്ഞിട്ട് ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഈ നന്മയെ പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അധികാരം കൈവെള്ളയിലേക്ക് വെച്ചു തരാമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവരുടെ ഹദ്റത്തിൽ വന്ന് മധ്യസ്ഥന്മാര് പറഞ്ഞിട്ടില്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും ആ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. അള്ളാഹു അതേ ഒരു തൗഫീഖ് നമുക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ റിളയല്ലാതെ വേറെ ഒന്നും വേണ്ട. നമ്മെ സംബന്ധിച്ച് ഇവിടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ നാം ആരും വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ശരിയായ ഒരു നാടുണ്ട്. ആ നാട്ടിൽ നമുക്ക് കുഴപ്പമുണ്ടാവാൻ പാടില്ല. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്ക് തന്നെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ 90 വർഷക്കാലം പ്രവർത്തിച്ചിട്ട് ദുനിയാവിന്റെ ഒരക്ഷരം നമ്മോട് പറഞ്ഞിട്ടില്ല. വരക്കൽ തങ്ങളെ പോലെയുള്ള, പാങ്ങിൽ ഉസ്താദിനെ പോലെയുള്ള, മൗലാന അബ്ദുൽ ബാരി ഉസ്താദിനെ പോലെയുള്ള മഹാരഥന്മാരാകുന്ന മശായിഖുമാർ അവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഈ മഹാന്മാർ മുഴുവൻ അല്ലാഹുവിന്റെ റിള അല്ലാതെ, ആ പരിശുദ്ധമായ ചിന്തയല്ലാതെ ഈ ലോകത്തോട് പറയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കണം. അതിൽ ഏതൊരു മാർഗമാണ് അവലംബിക്കേണ്ടത്? ആ ഒരൊറ്റ നിയമമല്ലാതെ, ആ സന്ദേശമല്ലാതെ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ, കഴിഞ്ഞുപോയ 10-25 കൊല്ലക്കാലം എ.പി. അബൂബക്കർ മൗലവി എന്ന് പറയുന്ന കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ വിഭാഗീയത ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന വേണ്ടി കടന്നു വന്ന ആ ഒരു വ്യക്തി, അറിയാതെ അതിൽ പെട്ടുപോയവർ ഈ പ്രദേശത്തുണ്ടെങ്കിൽ അവർ കൂടി ശ്രദ്ധിക്കാനാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ രംഗപ്രവേശനത്തിന് ശേഷം കേരളത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മദ്രസകൾ പൂട്ടിയിട്ടുണ്ട്, നാട്ടിൽ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പള്ളികൾ അടഞ്ഞുകിടന്നിട്ടുണ്ട്, പെരുന്നാളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെ ചേട്ടനനുസന്മാർ മിണ്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാറ്റിന്റെയും ഉത്തരവാദി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ ചെന്ന് എനിക്ക് പറയാൻ കഴിയും, എ.പി. തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇത് ദുനിയാവിലെ ഒരാളെയും ദേഷ്യം പിടിപ്പിക്കാനോ ദുനിയാവിലെ ഒരാളെയും തൃപ്തിപ്പെടുത്താനോ അല്ല പറയുന്നത്. അതേ സമയത്ത് ആ കോടുള്ള പ്രദേശത്തുള്ള നല്ലവരാകുന്ന മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, കണ്ണിയത്ത് ഉസ്താദിന്റെ മണമുള്ള പ്രദേശമാണിത്. 926 മുതൽ 993 വരെ മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിട്ട് ആ മഹാനാകുന്ന ഉസ്താദ് കാരണം ഒരു ദിവസമെങ്കിലും ഒരു മദ്രസ അടഞ്ഞു കിടന്നത് ചരിത്രത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? മഹാനാകുന്ന ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാന്മാരെ പേര് കേൾക്കുമ്പോൾ ആദരവ് കാണിച്ചാൽ അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനാകുന്ന ശംസുൽ ഉലമായി ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 1996 ആഗസ്റ്റ് 18 വഫാത്താകുന്നതുവരെ ഔലിയാഇന്റെ ദർജയിലുള്ള, ആരിഫീങ്ങളുടെ മഖാമിലുള്ള, നിരവധി കറാമത്തുള്ള, അവസാനം കലിമ ചൊല്ലി ആഖിറത്തിലേക്ക് പറന്നുപോയ ശംസുൽ ഉലമായി തങ്ങൾ കാരണം ലോകത്ത് എവിടെയെങ്കിലും ഒരു വാങ്ക് മുടങ്ങിയിട്ടുള്ളൂ? നിങ്ങൾ ആലോചിക്കുക. ഈ മഹാന്മാരാകുന്ന ഔലിയാഇന്റെ പിന്നിൽ നിന്നു എന്നൊരൊറ്റ കാരണത്താൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഭീകരന്മാരായി, ചേളാരി സമസ്തയുടെ ഭീകരവാഴ്ച എന്ന് പറഞ്ഞ് ഇവർ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് സത്യം ബോധ്യമാകുന്നില്ലേ? എന്നാൽ ഇവിടെ ഒരു സത്യം ഞാൻ ഇന്ന് തുറന്നു പറയുന്നു, വിശദീകരിക്കുന്നില്ല. 23-ാം തീയതി സഖാഫി സമ്മേളനം മലപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 88 മുതൽ 2013 വരെയുള്ള ഒരു 25 കൊല്ലത്തെ കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആഇന്റെ ദിവസമാണ് 88 ഡിസംബർ 23. അതേ ഡിസംബർ 23 വരുമ്പോൾ 25 കൊല്ലം പൂർത്തിയാകുമ്പോൾ നമുക്ക് 25 കൊല്ലത്തെ പ്രധാനപ്പെട്ട ചില രേഖകൾ സമൂഹത്തിന് കൈമാറാനുണ്ട്. അതൊക്കെ സഖാഫി സമ്മേളനത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഒരു കാര്യം ഇവിടെ ഉണർത്തുകയാണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുന്ന സമയം ഇവിടെ ആർക്കെങ്കിലും വേണ്ടി ശബ്ദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് എല്ലാവരും പഠിക്കണ്ടേ? എ.പി. വിഭാഗത്തിൽ പെട്ടുപോയവർ ഇവിടെ ഉണ്ട്, എനിക്കറിയാം. SSFന്റെ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോടാണ് പറയുന്നത്.
എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോടാണ് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ബഹുമാനമുണ്ടായതിന്റെ പേരിൽ അവിടുത്തെ പരിശുദ്ധമായ ശിരസിൽ നിന്നെടുത്ത ഒരു മുടിയിട്ട വെള്ളമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള പല സഹോദരിമാരും മുടിയിട്ട വെള്ളം കുടിക്കാൻ താല്പര്യം കാണിക്കുന്നത്. നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ആത്മീയതയുടെ ഭാഗമായി ആ കേട്ടതൊക്കെ സത്യമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് എപിയെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്താണ്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ് അദ്ദേഹത്തെ ഏറ്റവും വലുത് എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിലാണ് പല ആളുകളും അതിൽ പെട്ടുപോയത്. പക്ഷേ നിങ്ങൾ ഇന്നത്തെ ദിവസം ആലോചിക്കേണ്ടത്, മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് ഇന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കുക, കേട്ടുപോയാൽ പോരാ. ഓരോ ആളുകളും ആലോചിക്കുക, ഇന്ന് കണ്ണിയത്ത് ഉസ്താദ് ഹയാത്തിലുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓടിച്ചെല്ലാൻ, ആ കൈയൊന്ന് പിടിക്കാൻ, ആ മുഖത്തേക്കൊന്ന് നോക്കാൻ, അവിടുത്തെ കലിമത്തിനും ആമീൻ എന്ന് പറയാനുള്ള ഒരു ആവേശം നമ്മുടെ കൽബിലില്ലേ? SKSSFുകാർക്ക് മാത്രമല്ല, എനിക്കറിയാം നല്ലവരാകുന്ന SSFുകാർക്കും ഇതേ ചിന്തയുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ഇന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ശംസുൽ ഉലമാ തങ്ങൾ ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ. എന്നാൽ ഈ രണ്ട് മഹാരഥന്മാരും ഹയാത്തിലുള്ള സമയമാണ്. AP അബൂബക്കർ മൗലവി പറയുന്നത്, ആ നേതൃത്വം മക്കളെ നമുക്ക് വേണ്ട എന്ന് പറയുന്നു. SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുതലക്കുളത്ത് വെച്ച് പറഞ്ഞു, ശംസുൽ ഉലമ അടക്കമുള്ള ആളുകൾ കാന്തപുരത്തിന് എതിർത്തിരുന്ന പോലും കാന്തപുരത്തെ നിങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞത് എന്ന് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ട് വെച്ച് ചോദിച്ചത്. ഇവിടെ എന്താ നിങ്ങൾ പഠിക്കേണ്ടത്? ഏതു പക്ഷമാണ് രണ്ടും ശരിയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചു പോയ കണ്ണിയത്ത് ഉസ്താദ് ഒരു ഭാഗത്ത്, അതേ ഭാഗത്ത് ശംസുൽ ഉലമാ തങ്ങൾ, അതേ ഭാഗത്ത് മൗലാന KB ഉസ്താദ്, അതേ ഭാഗത്ത് ശൈഖുന CH ഉസ്താദ്, അതേ ഭാഗത്ത് മഹാനാകുന്ന KC ഉസ്താദ്, അതേ ഭാഗത്ത് മഹാനാകുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അങ്ങനെയുള്ള മഹാരഥന്മാരാകുന്ന സ്വാലിഹീങ്ങൾ മുഴുവനും കണ്ണിയത്ത് ഉസ്താദിനൊപ്പം നിൽക്കുമ്പോൾ മറുപക്ഷത്ത് എതിർപക്ഷത്ത് നിൽക്കുന്നത് AP അബൂബക്കർ മൗലവിയാണ്. ഇത് രണ്ടും ശരിയാകുമോ? ഈ മഹാന്മാരാകുന്ന ഔലിയായിനെ ആക്ഷേപിച്ചുകൊണ്ട് രംഗപ്രവേശം നടത്തിയ ആളുകൾ ശരിയാകുമോ ഇല്ല? നിങ്ങൾ പറ. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പഴയകാല കഥകൾ പറയാൻ പാടില്ല, പുതിയ കാല കഥകൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ അത്ര പള്ളി ഉണ്ടാക്കി, അത്ര സ്കൂളുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സാധാരണക്കാരാകുന്ന ആളുകളെ ഇവ തെറ്റിദ്ധരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഇതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ സംഘടനകൾക്കല്ല സ്ഥാനമുള്ളത്, പഠിച്ചോ. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. സംഘടനകൾക്കല്ല ഇവിടെ സ്ഥാനം. ഇവിടെ സംഘടനകൾക്ക് വേണ്ടി എന്തെങ്കിലും വാദിക്കുക എന്നത് ദീനിൽപ്പെട്ടതല്ല. മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുൽ ഉലമാ തങ്ങളുടെ നിലപാടുണ്ടായിരുന്നു. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഒരു മാർഗമായിട്ട് മാത്രമാണ് അവർ കണ്ടത്. ആവശ്യമായ ഘട്ടത്തിൽ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചെങ്കിൽ, അനിവാര്യമായപ്പോൾ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയെങ്കിൽ, ആവശ്യമായപ്പോൾ സുന്നി യുവജന സംഘം രൂപീകരിച്ചെങ്കിൽ, അത്യാവശ്യമായി വന്നപ്പോൾ SKSS ഉണ്ടാക്കിയെങ്കിൽ, അതൊക്കെ ദീനീ ദഅവത്തിന് വേണ്ടി ഒരു ഖിദ്മത്തിന്റെ മേഖല തുറക്കുകയായിരുന്നു എന്നല്ലാതെ സംഘടന നിലനിർത്തൽ അവർ ലക്ഷ്യമാക്കിയിട്ടില്ല. അവർ ദീൻ നിലനിർത്തലായിരുന്നു. AP അബൂബക്കർ മൗലവി ഒരു മുടി കൊണ്ടുവന്നപ്പോ AP വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടത് വിശദീകരിക്കുന്നില്ല. എന്നാൽ AP വിഭാഗത്തിലെ ചില ആളുകൾ APയോട് ചെന്നിട്ട് ചോദിച്ചല്ലോ, ഈ മുടി ആര് തന്നതാണ്? ഇത് നബിയുടേതാണ്, വല്ല ഉറപ്പുമുണ്ടോ? ഇത് സനദുണ്ടോ? നമ്മൾ ചോദിക്കുമ്പോൾ തട്ടുത്തരം പറയുന്നത് പോലെയല്ല, സ്വന്തം അണികൾ പോയി ചോദിച്ചല്ലോ. ചോദിച്ചപ്പോൾ AP എന്താണ് പറയുന്നത്? അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല, ഇത് നബിയുടെ മൊഴിയാണ് എന്ന കാര്യം എനിക്കുറപ്പുണ്ട് എന്ന്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കളവ് പറയാൻ ലജ്ജയില്ല എന്നത് നമ്മേക്കാൾ കൂടുതൽ AP വിഭാഗത്തിലെ നേതാക്കൾക്കറിയാം.
പൊന്മള അടക്കമുള്ള നേതാക്കന്മാർ തന്നെ പറയുന്നത് അത് മൂപ്പര് കൊണ്ടുവന്നല്ലേ, അതിന്റെ അസല് എത്രമാത്രമുണ്ട് എന്ന് നമുക്കറിയാലോ എന്ന് അവർ തന്നെയാണ് സ്വകാര്യം പറയുന്നത്. എന്നാൽ ഒരു നിഷ്കളങ്കനാകുന്ന ഒരു SSFകാരൻ എപിയോട് ചോദിച്ച ചോദ്യം, ഇത് നബിയുടേതാണ്, അത് ബഹുമാനപ്പെട്ട അബൂ തൽഹത്തുൽ അൻസാരി തങ്ങൾ മുഖേന വന്നതാണ്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മുഖേന വന്നതാണ്, ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ വന്നതാണ് എന്നൊക്കെ പറയുന്നതിനു പകരം എനിക്ക് തന്ന ആള് എന്നോട് പറഞ്ഞത് ഇത് നബിയുടേതാണ് എന്നാണ്, അത്ര എനിക്കറിയൂ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഉസ്താദേ നമ്മൾ രക്ഷപ്പെടുമല്ലോ, നമ്മൾ ഒരിക്കലും കുറ്റക്കാരനാകൂലല്ലോ എന്ന് ഒരു SSFകാരനാണ് എപിയോട് ചോദിക്കുന്നത്. മനസ്സിലായില്ല? ഇത് നബിയുടേതാണ് എന്ന് ആണയിടുന്നതിന് പകരം, ഇതിന് ഇല്ലാത്ത സനതുണ്ടാക്കി സനതുണ്ട് എന്ന് ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം, ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കുന്നതിന് പകരം സത്യസന്ധമായി എപി പറയാ, ഈ മുടി എനിക്ക് തന്ന ആള് നബിയുടേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്ര എനിക്കറിവ് വേറൊന്നും അറിയില്ല എന്ന് പറഞ്ഞൂടെ? എന്നാൽ കുറ്റത്തിൽ നിന്നൊഴിവാകുമല്ലോ. നിഷ്കളങ്കനാകുന്ന ആ പ്രവർത്തകനോട് എപിയുടെ മറുപടി, എടോ അങ്ങനെ പറഞ്ഞാൽ മനുഷ്യന്മാരെ വിശ്വസിക്കുമെന്നാ? ഇതാർക്ക് വേണ്ടിയാണ്? ഇതാർക്കു വേണ്ടിയാണ്? മഹാനാകുന്ന ശംസുലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്നുവരെ ദീനിൽ ഉറപ്പില്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എപി എന്ന് പറയുന്ന ഒരാൾ മുടി കൊണ്ടുവന്ന സാഹചര്യം മുഴുവനും കേരളക്കരയിൽ 2-3 വർഷങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആവശ്യമില്ലാത്ത കളവുകൾ പറഞ്ഞ് നബിയല്ലാത്ത ഒരാൾ മുടി കയ്യിൽ പിടിച്ച് നബിയുടേതാണെന്ന് പറയുന്നത്, അവസാനം അതിന് സനദ് ചോദിച്ചപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി, ഉണ്ടാക്കുന്നതിൽ മഹാന്മാരാകുന്ന ഔലിയാക്കളാകുന്ന മശായിഖുമാരാകുന്ന നിരവധി സ്വാലിഹീങ്ങൾ അവരെ പേരിലൊക്കെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി, ഇതെല്ലാം കൂടി ആയപ്പോഴേക്ക് എപി വിഭാഗത്തിന് തന്നെ അറപ്പ് തുടങ്ങിയിട്ടുണ്ട്, അവരെ നേതാക്കൾക്ക് തന്നെ വെറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ ഒന്ന് ഇല കൂട്ടിയിട്ട് പുറത്തേക്കിടണം എന്ന ഒരു അവസ്ഥയിലാണ് എപി വിഭാഗം ഉള്ളത്. ഇന്നും അവരുടെ സ്വകാര്യ കേന്ദ്രത്തിലെ ചർച്ച അങ്ങനെയാണ് ഇന്നത്തെ ദിവസം നടന്നതും. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം പുറത്തേക്ക് വരാൻ പോവുക, നമ്മൾ എല്ലാം തുറന്നു പറയുന്നില്ല. നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഒരാൾ, അതായിരുന്നു നിങ്ങളുടെ ഒരു ചർച്ച. നമ്മളെ വിളിച്ച് ചോദിക്കാൻ, നൗഷാദ് അഹ്സനി എവിടെയാണുള്ളത് എന്ന് എന്നോട് ഇന്നും ചോദിച്ചു പല ആളുകളും. എപി വിഭാഗക്കാർ വല്ലാതെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, എവിടെ പോയി അഹ്സനി എന്നുള്ളത്. സത്യസന്ധമായ ഒരു മറുപടി, ഒന്നാമത്തെ മറുപടി, എപി വിഭാഗം അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ മറുപടി. എപി വിഭാഗം അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. കാരണം പറ. കാരണം എപി വിഭാഗമാണ് പറയേണ്ടത്. എന്നാൽ അദ്ദേഹത്തിന് വേറെ വല്ല സംഘടനകളും പുതിയതായി മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതേസമയത്ത് നൗഷാദ് അഹ്സനിയെ നിങ്ങൾ എന്തിനു പുറത്താക്കി? ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള ഒരു കെട്ടിടത്തിന്റെ വരാന്ത അടിച്ചു വാരുന്ന ഒരു പെണ്ണിന്റെ മുടി ആക്കോട്ടങ്ങാടിയിൽ കൊണ്ടുവന്നിട്ട് ഇത് നബിയുടേതാണ് എന്ന് നൗഷാദ് അഹ്സനി പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയത്? എന്നാൽ ആദ്യമായി നിങ്ങൾ പുറത്താക്കേണ്ടത് എപി അബൂബക്കർ മൗലവിയെ തന്നെയാണ്. അതാണ് ഇപ്പോൾ പൊന്മള ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനു പുറത്താക്കിയ ആ കാരണം എന്ന് പറ. എനിക്കറിയാം നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട് എന്നത്. നൗഷാദ് അഹ്സനി ഇപ്പോഴും നാമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാസങ്ങളായി അദ്ദേഹം ബന്ധം തുടങ്ങിയിട്ട് ആ ബന്ധത്തിൽ ഒരു മെമ്പർഷിപ്പ് പോലും അദ്ദേഹത്തിന് കൊടുക്കുകയോ ഏതെങ്കിലും ഒരു ഔദ്യോഗിക യോഗത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയോ അദ്ദേഹത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് നമ്മൾ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും പരിശുദ്ധ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മലപ്പുറത്തെ ആസ്ഥാനമാകുന്ന സുന്നി മഹലിൽ പല തവണ അദ്ദേഹം വന്ന്, ഒരു തവണ വന്നപ്പോൾ അദ്ദേഹം നന്നായി പ്രസംഗിച്ചു തന്നു. അതിനൊക്കെ പുറമെ ഇൻഷാ അല്ലാഹ് നൗഷാദ് അഹ്സനിക്കും അതുപോലെ പൊന്മളക്കും പേരോടിനും എപിക്കും എതിരാകുന്ന ഒരുപാട് ക്ലിപ്പുകൾ നമുക്ക് കൈമാറിയിട്ടാണ് അദ്ദേഹം സുന്നിമാലിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. ഇനിയുള്ള ദിവസം അതൊക്കെ നാം പ്രദർശിപ്പിക്കാൻ പോവുകയാണ്.
അവരുടെ ഉള്ളിലെ ഓരോ ചർച്ചകൾ, പരസ്പരം അവർ തമ്മിലുള്ള അഭിപ്രായങ്ങൾ മുഴുവനും ഇവിടെ പുറത്തു വരാൻ പോവുകയാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, എന്തിനാണ് നിങ്ങൾക്കൊരു ന്യായം പറയാനില്ലാത്തതിന്റെ പേരിൽ ദുഷ്പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? AP വിഭാഗത്തിന്റെ അജണ്ട എന്താണ്? നൗഷാദ് അശ്വനി എന്ന് പറയുന്ന ഒരാളെപ്പറ്റി നിങ്ങൾക്കൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ സിറാജ് പത്രത്തിൽ നൗഷാദ് അശ്വനി എഴുതിക്കൊണ്ടുപോയി കൊടുത്ത ഒരു പ്രസ്താവന എന്ത് ഇന്ന് പ്രസിദ്ധീകരിക്കാതിരുന്നത്? ഇന്നലെ കൊണ്ടുപോയി കൊടുത്തത് എന്തേ പ്രസിദ്ധീകരിക്കാതിരുന്നത്? ഇതൊക്കെ സിറാജിൽ നിന്നാണ് നമുക്ക് ഈ വിവരം കിട്ടുന്നത്. സിറാജിൽ നിന്ന് തന്നെ ഈ വിവരം കിട്ടുന്നത്. ഇന്നലെ നൗഷാദ് അശ്വനി എഴുതിക്കൊണ്ടുപോയി കൊടുത്ത പ്രസ്താവന കോപ്പി എന്റെ കയ്യിലുണ്ട്. സിറാജ് പത്രത്തിൽ ഇന്നലെ കൊടുത്തു. ഇന്നത്തെ ദിവസം അത് പ്രസിദ്ധീകരിക്കാമെന്ന് എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല? മാധ്യമക്കാരൻ പ്രസിദ്ധീകരിക്കാത്ത ന്യായങ്ങളുണ്ടാവാം, ചന്ദ്രികക്കാരന് ന്യായങ്ങളുണ്ടാവാം, മറ്റു പത്രങ്ങൾക്ക് ന്യായങ്ങളുണ്ടാവാം. സിറാജ് ന്യായം എന്തായിരുന്നു? നിങ്ങൾ പറ. നിങ്ങളെ സംഘടനക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ചിലരെ വിളിക്കാൻ പാടില്ല, ചിലരെ വിളിക്കുമ്പോ അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്റെ ഒരു ബ്രേക്കും ഒരു ബ്ലോഗുമൊക്കെ. സ്വന്തം സംഘടനാ സംവിധാനത്തിൽ ഒരിക്കലും വിശ്വാസമില്ലാത്ത ആളുകൾ, മഹാന്മാരാകുന്ന കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള, സൈനുൽ ഉലമയെ പോലെയുള്ള, സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ പോലെയുള്ള സാധാരണക്കാരാകുന്ന മുഅ്മിനീങ്ങൾക്ക് ആത്മീയമായ പരിശുദ്ധമായ പ്രകാശം എത്തിച്ചു കൊടുക്കുന്ന ഈ സമാധാന പണ്ഡിതന്മാരെ ഭീകരവാദികളാക്കി ചിത്രീകരിച്ചു നടക്കുകയോ? ഇതാണോ നിങ്ങൾ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇത് നിങ്ങളെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചതാ. ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രവർത്തകന്മാർ നിങ്ങളുടെ ഭീകരബന്ധങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചവരല്ല. ഞങ്ങൾക്ക് പള്ളികളായി, മദ്രസകളായി, മഹല്ലുകളായി, ദീനി സംവിധാനങ്ങളായി എടുക്കാൻ മാത്രം ഞങ്ങൾക്ക് ജോലിയുണ്ട് ഇവിടെ. ഇത് മുഴുവനും നടത്തുമ്പോ നിങ്ങളെ കാര്യം നോക്കി നടക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്തിന് ചില ഭീകരവാദികളുടെ പട്ടിക കിട്ടേണ്ടതുണ്ട്. ഞങ്ങളിവിടെ പള്ളിയും മദ്രസയും അതിന്റെ തേങ്ങയും അതിന്റെ അടക്കയും അതിന്റെ ഹൗദല വെള്ളവും അവിടെ പള്ളിയിലേക്ക് ഉസ്താദുമാരെ കൊണ്ടുവരുന്നു, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം, ദർശ നിലനിർത്തുന്നത്, ഇങ്ങനെ കാര്യങ്ങൾ ആലോചിച്ച് നടക്കുമ്പോ നിങ്ങളെപ്പറ്റി പറയാൻ ഞങ്ങൾക്ക് നേരം കിട്ടുന്നില്ല. പക്ഷേ കോയക്കുട്ടി ഉസ്താദ് ജനിച്ച ആ കാലം മുതൽ ഈ കാലം വരെ അറിയുന്നവർക്കൊക്കെ ഒരു ദാക്കിറാണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? കോയക്കുട്ടി ഉസ്താദ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലെന്താ വരുന്നത്? ചില ആൾക്കാരെ പേര് കേൾക്കുമ്പോൾ കാർ ഓർമ്മാവും, ചില ആൾക്കാരെ പേര് കേൾക്കുമ്പോൾ പെട്രോൾ പമ്പ് ഓർമ്മാവും, ചില ആൾക്കാരെ പേര് കേൾക്കുമ്പോൾ ഹെലികോപ്റ്റർ ഓർമ്മാവും, പലതും ഓർമ്മയാണ്. കോയക്കുട്ടി ഉസ്താദിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. ഇങ്ങനെ ദിക്റിലായി ജീവിക്കുന്ന ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഭീകരവാഴ്ച നടക്കാന്ന് പറഞ്ഞ മനുഷ്യന്മാർ വിശ്വസിക്കൂല. പക്ഷെ അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് ഞങ്ങൾക്ക് ഇത്തരം ഘട്ടത്തിൽ ആരാണ് ഭീകരവാദികളെന്ന് പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അത് മുഴുവനും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 5 കോടി നിങ്ങൾക്ക് തന്നു എന്നതിന്റെ പേരിലല്ലേ മോഡി നല്ലവരായി? എന്നാൽ ഒരു കാര്യം ഇൻഷാ അല്ലാഹ്, മോഡി ഇവിടെ കടന്നു വരുന്നത് എലിയെ ഒരു പൂച്ച പിടിച്ചു വെക്കുന്നത് അത് ഒഴിഞ്ഞു കൊടുക്കാനല്ല എന്നെങ്കിലും മിനിമം AP അബൂബക്കർ മൗലവി നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടിയിരുന്നു. നിങ്ങൾ ആദ്യം പഞ്ചായത്ത് കാലുണ്ടാക്കി, പിന്നെ മണ്ഡലം കാലുണ്ടാക്കി, പിന്നെ താലൂക്ക് കാലുണ്ടാക്കി, പിന്നെ ജില്ലാ കാലുണ്ടാക്കി, ഇനി ഇന്ത്യ രാജ്യത്തിന്റെ കാലുസ്ഥാനം മോഡിയെ ഏൽപ്പിക്കാനപ്പ നിങ്ങളെ താല്പര്യം. ഇൻഷാ അല്ലാഹ് ആ കാലി മാസം ഉറപ്പിക്കാൻ പോവുകയാണ്. മോഡി ഇവിടെ മാസം ഉറപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ചിലതൊക്കെ ഇവിടെ ഉറക്കും, ചിലതൊക്കെ സ്ഥിരീകരിക്കും. ആ സ്ഥിരീകരിക്കുന്നതിലും ഞങ്ങൾക്ക് ഭയമില്ല. നിങ്ങളെപ്പറ്റി ഒരു അന്വേഷണവും ഇന്ത്യ രാജ്യത്തിന്റെ പരമാധികാര സഭയിൽ ഇരുന്നുകൊണ്ട് ഏത് മോഡിയല്ല ആര് തന്നെ അന്വേഷിച്ചാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം വരക്കൽ തങ്ങൾ മുതൽ കോയക്കുട്ടി ഉസ്താദ് വരെയുള്ള മഹാനാകുന്ന മൗലാന PV ഉസ്താദ് മുതൽ സൈനുൽ ഉലമ വരെയുള്ള പരിശുദ്ധരാകുന്ന പണ്ഡിതന്മാരെ മുഴുവൻ അന്വേഷിച്ചാലും ഒരിക്കൽ പോലും ഒരു ചാർജ് ഷീറ്റ് വരില്ല എന്ന കാര്യം ഞങ്ങൾക്കുറപ്പാണ്. അതേസമയത്ത് AP നിങ്ങൾ എന്തിനാണ് ഞെട്ടുന്നത്? ഓരോ വിഷയത്തിലും എന്തിനാണ് ഞെട്ടുന്നത്?
കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിന്റെ അടച്ചിട്ട റൂമിൽ നിന്ന് നിങ്ങൾ എന്നോട് സ്വകാര്യം പറഞ്ഞപ്പോൾ വരെ എന്നോട് പറഞ്ഞ കാര്യമുണ്ടായിരുന്നല്ലോ, CBIയുടെ ഡയറക്ടർ പോസ്റ്റിലേക്ക് ആളുകൾ പുതിയത് വരുമ്പോഴേക്ക് നമ്മൾ പണം കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ പറഞ്ഞത് എനിക്കോർമ്മയുണ്ടല്ലോ. എന്തിനാണത്? ഒരു പുതിയ ഡയറക്ടർ വരുമ്പോഴേക്ക് എന്തിനാ നിങ്ങൾ പണം കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുന്നത്? നിങ്ങളാണ് ഞെട്ടേണ്ടി വരുന്നത്. എവിടെയെങ്കിലും JCB പതുക്കെ പോയാൽ കുഴപ്പമൊന്നുമില്ല, ആ JCB തുമ്പിക്കൈന്ന് പൊക്കിയാൽ മതി. എന്നാൽ പിന്നെ ഇനി മാന്തുന്ന ചുവന്ന മണ്ണിനടിയിൽ വല്ലതുമുണ്ടാകുമോ എന്നതിൽ എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? ശംസുൽ ഉലമായി തങ്ങൾ ഭയപ്പെട്ടിട്ടില്ലല്ലോ, കണ്ണിയത്ത് ഉസ്താദ് ഭയപ്പെട്ടിട്ടില്ലല്ലോ, പാണക്കാട് തങ്ങൾ ഭയപ്പെട്ടിട്ടില്ലല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനാകുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഭയപ്പെടുന്നില്ലല്ലോ. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് സ്വന്തം അനുയായികളെ ഭയം, CBIയെ നിങ്ങൾക്ക് ഭയം, ക്രൈംബ്രാഞ്ചിനെ നിങ്ങൾക്ക് ഭയം, മുസ്ലിം ലീഗിനെ നിങ്ങൾക്ക് ഭയം, CPM-നെ ഭയം, നരേന്ദ്രമോദിയെ ഭയം, എല്ലാവരെയും നിങ്ങൾക്ക് ഭയം, അല്ലാഹുവിനെ മാത്രം നിങ്ങൾക്ക് ഭയമില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അവിടെയാണ് നമുക്ക് ചില സത്യങ്ങൾ പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, ഇത് ഞാൻ SKSSF എന്ന ബാനർ വെച്ചുകൊണ്ടല്ല പറയുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, അത് ഏത് എഫിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനാണോ നിങ്ങൾക്ക് താല്പര്യം? സ്വഹബത്തിന്റെ ആ വഴിയാണോ? താബീകളെ വഴിയാണോ? അത്ബാഇന്റെ വഴിയാണോ? മദ്ഹബിന്റെ പണ്ഡിതന്മാരെ വഴിയാണോ? സലഫ് സ്വാലിഹീങ്ങളെ വഴിയാണോ? നിങ്ങൾക്ക് കടന്നു വരാം. മഹാന്മാരാകുന്ന കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള, മഹാനാകുന്ന ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള ആദരണീയരാകുന്ന ഉലമാഇന്റെ പിന്നിലേക്ക് അവർ ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കുന്നില്ല. ഇവരിൽ നിങ്ങൾ ഇവരെ കൂടെ പ്രവർത്തിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതകാലത്തോ അതിനുശേഷം ഒരു ബുദ്ധിമുട്ട് വരില്ല. അബുഹാജ് എന്ന് പറയുന്ന 70 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ, സ്വാഭാവികമായി അദ്ദേഹം മരണപ്പെട്ടു കളങ്കൂരിൽ. എന്നാൽ അബുഹാജിയുടെ മനസ്സ്, അബുഹാജിയുടെ ആത്മാവ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകും, APക്കൊപ്പം പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് അബുഹാജിയുടെ ആത്മാവ് മന്ത്രിക്കുന്നുണ്ടാകും. ഞാൻ സമസ്തയുടെ ഒപ്പമാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ ഞാൻ മരിച്ചതോടുകൂടി എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മുഅ്മിനീങ്ങൾ വരും. എന്റെ മുമ്പിൽ വന്ന് ഖുർആൻ ഓതാൻ ആളുകളുണ്ടാകും. പക്ഷേ കണ്ണിയത്ത് ഉസ്താദിനെ തള്ളിപ്പറഞ്ഞു, ശംസുൽ ഉലമയെ തള്ളിപ്പറഞ്ഞു, ശിഹാബ് തങ്ങളെ തള്ളിപ്പറഞ്ഞ APയുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞാൻ മരിച്ചപ്പോഴേക്ക് എന്റെ മയ്യത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി അത് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ട് എന്റെ മയ്യത്തിന് മുമ്പിൽ വന്നുകൊണ്ട് ഒരു യാസീൻ ഓതാൻ പോലും സമ്മതിക്കാതെ മോർച്ചറിക്ക് സമീപത്ത് പോലീസുകാരെ തോക്കി പിടിച്ച് കാവൽ നിൽക്കുകയാ. ഒരൊറ്റ കുട്ടിയും യാസീൻ ഓതാൻ ഫാത്തിഹ ഓതാൻ ആ സമീപത്തേക്ക് വരാൻ സമ്മതിക്കാതെ പിറ്റേ പ്രഭാതത്തിൽ എന്റെ മുമ്പിൽ ചില ആളുകൾ വന്നിരുന്ന് എന്റെ തല വെട്ടിപ്പൊളിക്കുകയാണ്, കീറിപ്പൊളിക്കുകയാണ്, എന്നിട്ട് എന്റെ ശരീരം വേദനിപ്പിക്കുകയാണ്. എന്റെ ശരീരം വിട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നെ എത്തിച്ചത് APയുടെ കൂടെ നിന്നു എന്നൊരൊറ്റ കാരണമാണ്, വേറൊന്നുമല്ല. അല്ലേ? ജീവനുള്ള ആളുകളുണ്ട് വളാഞ്ചേരി ഭാഗത്ത്, കോട്ടക്കൽ ഭാഗത്ത്, പുത്തനത്താണി ഭാഗത്ത്, കാടാപുഴ ഭാഗത്ത് ജീവനുള്ള ആളുകളുണ്ട്. അവരുടെ മനസ്സ് പറയുന്നത് AP ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിലാണ് ആ കേന്ദ്രത്തിൽ ഞങ്ങൾ പണം കൊണ്ടുപോയി കൊടുത്തത്. APയും അബ്ദുന്നൂറും ഒളിച്ച് കരയിൽ വന്നിറങ്ങുന്നത് പലപ്പോഴും ഞങ്ങൾ കണ്ടപ്പോ ഉസ്താദിനെ വിശ്വസിച്ചുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നും കാതിൽ നിന്നും കഴുത്തിൽ നിന്നും ആഭരണം ഒരു വിറ്റുകൊണ്ട് ആ കാശ് അവിടെ കൊണ്ടുപോയി വെച്ചത്. ഇപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു കുറ്റിപ്പുറം എനിക്കറിയില്ല, 100 എനിക്കറിയില്ലാണ്. ആരെയാണ് അദ്ദേഹം വഞ്ചിച്ചത്? SKSSFകാരെ AP വഞ്ചിച്ചിട്ടില്ല, സമസ്തയുടെ പ്രവർത്തകനാരെ AP വഞ്ചിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരാരൊക്കെയാണോ അവരെ മാത്രമാണ് അദ്ദേഹം വഞ്ചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള ഒരു തീരുമാനമാണ് എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന SSFന്റെ പ്രവർത്തകന്മാരെ എടുക്കേണ്ടത്. APയുടെ തലപ്പാവുകളിൽ
അദ്ദേഹത്തിന്റെ താടി കണ്ട് ആ വിഭാഗത്തിന്റെ വേഷം കണ്ട് ബാഹ്യമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാലകളും മൗലിദുകളും റാത്തീബുകളും ഖുതുബിയത്തും ഖുർആൻ മജ്ലിസും യതീംഖാനയും പള്ളിയും അങ്ങനെയുള്ള സ്വഭാവങ്ങളാണ്. ഇതിൽ തെറ്റിദ്ധരിച്ചുപോയി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യം ഭാഗ്യമായി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല ഒരാളെ പിന്നിൽ നിൽക്കേണ്ടത്. അങ്ങനെയല്ല നോക്കേണ്ടത്. ആ ആള് മഹാന്മാരുടെ പിന്നിലാണോ അല്ലേ, ഇത് മാത്രമാണ് നോക്കേണ്ടത്. മഹാനാകുന്ന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ പറയാൻ കഴിയും, ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ വെറുതെ ഞാനെന്ന് പറഞ്ഞതല്ല. എന്റെ മുമ്പ് മഹാനാകുന്ന ശംസുൽ ഉലമയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമിയായി അദ്ദേഹം ചെയ്തു പരിശുദ്ധമായ പ്രവർത്തനത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെന്ന് ചെറുശ്ശേരി ഉസ്താദ് പറയാൻ കഴിയും. എപിക്ക് പറയാൻ കഴിയോ? എ പി ആരുടെ പിൻഗാമിയാണ്? എ പി എ സമസ്തയുടെ സെക്രട്ടറി എന്ന് പറയുന്നവർ എല്ലാവരും ശ്രദ്ധിച്ചോ. സമസ്തയുടെ സെക്രട്ടറിയാണ് എന്ന് പറയുന്ന കുറച്ചെങ്കിലും കുട്ടികൾ ഈ ഭാഗത്തിലെ ആരായിരുന്നു എ പിയുടെ മുൻഗാമി? പറ. ശംസുൽ ഉലമയാണ് എന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമ 96 വഫാത്തായിട്ടുള്ളൂ. എ പി 90 മുതൽ ഒരു സെക്രട്ടറിയാണ് എന്ന് പറയുന്നുണ്ട്. ആ വാദം അവിടെ തന്നെ പൊളിയുകയാണ്. എന്നാൽ മഹാനാകുന്ന ശംസുൽ ഉലമ തങ്ങൾ പറയും, എന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദായിരുന്നു സമസ്തയുടെ ജനറൽ സെക്രട്ടറി. പറവണ്ണ ഉസ്താദിന് പറയാൻ കഴിയും, എന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട പി വി ഉസ്താദായിരുന്നു. പി വി ഉസ്താദിന് പറയാൻ കഴിയും, വരക്കമില്ല കോയത്തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് തന്ന സമയത്ത് ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്ന സമയം ആദ്യത്തെ സെക്രട്ടറിയായി എന്നെയാണ് എന്റെ ബഹുമാനപ്പെട്ട നേതാവ് മഹാനാകുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഏൽപ്പിച്ചത് എന്ന് പറയാൻ കഴിയും. വരക്കൽ തങ്ങൾക്ക് പറയാൻ കഴിയും, ഞാൻ എന്റെ ഒരു തീരുമാനം എന്റെ ഇഷ്ടപ്രകാരം നിർവഹിച്ചതല്ല. വഹുർ നിസ്കരിക്കുമ്പോൾ കോഴിക്കോടുണ്ടായിരുന്ന മഹാനാകുന്ന വരക്കൽ തങ്ങള് അസ്ർ നിസ്കരിക്കാൻ മക്കയിൽ കഅബാലയത്തിന്റെ സമീപത്തെത്തിയതും മഗ്രിബ് നിസ്കരിക്കാൻ പരിശുദ്ധമായ മദീനയിലെത്തിയതും ഇശാ നിസ്കരിക്കാൻ പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയതുമൊക്കെ അറിയപ്പെടുന്ന ചരിത്രങ്ങളാ. ആ കറാമത്തിന്റെ പണ്ഡിതൻ പറയും, ഞാൻ ഒരാളെയും എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരിശുദ്ധമായ ഇൽഹാം മുഖേന അല്ലാതെ. അല്ലാഹു എന്റെ കൽബിൽ തോന്നിപ്പിക്കുന്നത് ഇസ്തിഖാമത്തിലൂടെ അല്ലാതെ ഞാൻ ഒരാളെ ഈ സമസ്തയുടെ അമരത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് മഹാനാകുന്ന വരക്കൽ തങ്ങൾക്ക് പറയാൻ കഴിയും. എന്നാൽ എ പി പറയൂ, ആരാ നിങ്ങളെ സെക്രട്ടറി ആക്കിയത്? അച്യുതാനന്ദനാണോ? പറയൂ, ആരാ നിങ്ങളെ സമസ്തയുടെ സെക്രട്ടറി ആക്കിയത്? കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിപ്പുള്ള സമയത്താണ് താങ്കൾ സമസ്തയുടെ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞത്. കണ്ണിയത്ത് ഉസ്താദ് നിങ്ങൾ സെക്രട്ടറി ആക്കിയിട്ടില്ല, ശംസുൽ ഉലമ ആക്കിയിട്ടില്ല, ശിഹാബ് തങ്ങളാക്കിയിട്ടില്ല, ഒരു നല്ല മനുഷ്യരുമാക്കിയിട്ടില്ല. ആരാ നിങ്ങളെ സെക്രട്ടറി ആക്കിയത്? ആക്കോട്ടങ്ങാടി കൂടെ നടന്ന ഒരു മനുഷ്യൻ നിങ്ങൾ സെക്രട്ടറിയാന്ന് പറഞ്ഞാൽ നടക്കുക തീരുമാനിക്കാൻ കഴിയുമോ? അല്ലാഹു ആ മനുഷ്യന് പുറത്തുക്കുമാറാവട്ടെ. പാവം കണ്ണിയത്ത് ഉസ്താദിനെ 1-ാം പ്രതി, ശംസുൽ ഉലമ 2-ാം പ്രതി എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റൗട്ട് പോയി വരെ മരിക്കാൻ ഭാഗ്യം കിട്ടാത്തൊരു പാവം മനുഷ്യൻ ഇല്ലേ? മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് 1-ാം പ്രതിയോ? 93 കൊല്ലം ജീവിച്ചിട്ട് ഒരു കറാഹത്ത് ചെയ്യാത്ത പണ്ഡിതനല്ലേ അവർ? കോഴിക്കോട് നടക്കുന്ന സമസ്തയുടെ സമ്മേളനത്തിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവന്നില്ലേ? പ്രായാധിക്യ വേളയിൽ കണ്ണിയത്ത് ഉസ്താദിന് സ്വന്തം നടക്കാൻ കഴിയാത്ത സമയത്ത് കോഴിക്കോട്ടെ സമ്മേളനത്തിലേക്ക് മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതിൽ ഒരാൾ ബഹുമാനപ്പെട്ട തയ്യിബ് ഫൈസിയായിരുന്നു. തയ്യിബ് ഫൈസി നേരിട്ട് അനുഭവിച്ച കാര്യം എന്നോട് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുപോയി സമ്മേളനത്തിന് വേണ്ടി സമ്മേളനം ആരംഭിക്കുന്നുണ്ട് സമീപത്തുള്ള ഒരു റൂമിൽ കൊണ്ടുപോയി ഉസ്താദിനെ വിശ്രമിക്കാൻ അവസരം നൽകി. റൂമിൽ ചെന്ന ഉടനെ കുടിക്കാൻ ഒരു ഗ്ലാസ് ഹോർലിക്സ് ആണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഉസ്താദിനെ കൊണ്ടുപോയി ഒരു കസേരയിൽ ഇരുത്തി ഒരു ഗ്ലാസ് ഹോർലിക്സ് കൊടുത്ത് ഉസ്താദ് കുടിച്ചു. നിസ്കരിക്കാൻ സമയമായപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ദാഇമുൽ വുളൂ ആണ്, വുളൂഇലായി ജീവിക്കുന്ന മഹാനാണ്. അല്ലാഹു അവരെ ശറഫ് കൊണ്ട് വുളൂഇലായി ജീവിക്കാൻ നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആ കണ്ണിയത്ത് ഉസ്താദ് നിസ്കരിക്കാൻ സമയമായപ്പോ വായൊന്ന് കഴുകി വൃത്തിയാക്കണം. ഒരു കോപ്പ വെള്ളം കൊണ്ടുവന്ന് ഉസ്താദിന്റെ വായിലേക്ക് അത് കൊപ്പിളിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു പാത്രം കാണിച്ചിട്ട് തുപ്പാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ കണ്ണിയത്ത് ഉസ്താദ് തുപ്പുന്നില്ല. എന്തേ കാരണം? വലതുഭാഗത്തായിരുന്നു ഈ പാത്രം കാണിച്ചത്, ഇടതുഭാഗത്ത് ചുമരാണ്.
അവസാനം തൊയ്യിബ് ഫൈസി പറയാ, ഇരിക്കുന്ന കസേര പിടിച്ച് മഹാനാകുന്ന കണ്ണിയത്ത് സ്ഥാനം പിടിച്ച് തിരിച്ചു, എന്നിട്ട് ഇടതുഭാഗത്തേക്ക് തുപ്പുകയാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതുഭാഗത്തേക്ക് തുപ്പിയിട്ടില്ലെങ്കിൽ ഈ അഹ്മദിനെ തുപ്പാൻ കഴിയില്ല എന്ന് ചിന്തിച്ച കണ്ണീർ ഉസ്താദിന് ഒന്നാം പ്രതി എന്ന് പറഞ്ഞവൻ ഒരിക്കലും അല്ലാഹു പോകില്ല, അവന്റെ കൂടെ നിന്നവരും അല്ലാഹു പോകില്ല. വേണമെങ്കിൽ വാഴക്കാട് പോയി തൂക ചെയ്തോ. കണ്ണീർ ഉസ്താദ് ഹയാത്തുള്ള പണ്ഡിതന, ഹയ്യുൽ ഖയ്യൂമാകുന്ന റബ്ബിനെ ഭയപ്പെട്ട പണ്ഡിതന. ആ ഖബറിന്റെ മുമ്പിൽ ചെന്ന് തൂക ചെയ്യാതെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് UDF-ഉം LDF-ഉമാണോ? ഇത് രാഷ്ട്രീയമായ ചർച്ചയാണോ? ഇത് കച്ചവട താൽപര്യമാണോ? 93 കൊല്ലം ജീവിച്ചിട്ട് പോലും ഒരു നയാ പൈസയുടെ കണക്ക് ഭൗതിക ലോകത്ത് ഭാരമാക്കി വെക്കാതെ കടന്നുപോയ മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ്. അവരാണ് സമസ്തക്ക് ആവേശം, അവരാണ് സമസ്തക്ക് വികാരം. ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിനെ ആദർശത്തിൽ പ്രാസ്ഥാനിക രംഗത്ത് സമസ്തയുടെ പ്രവർത്തനത്തിൽ ഒരു നിഴല് പോലെ മഹാനാകുന്ന ശംസുൽ ഉലമ പിന്തുടരുകയായിരുന്നു. ആ മഹാനാകുന്ന ആത്മീയ പണ്ഡിതനാകുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ ആത്മീയമായ പിന്തുണയും ശംസുൽ ഉലമായി തങ്ങളുടെ ആ കരുത്തുറ്റ ഹിക്മത്തും സുന്നത്ത് ജമാഅത്തിന് വലിയ തുണയായിട്ടുണ്ട്. ആ പരിശുദ്ധമായ തുണയാണ് ഇന്ന് അനുഭവിക്കുന്നത്. അറിയുമോ, മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ മഹാനാകുന്ന വരക്കൽ തങ്ങളായിരുന്നല്ലോ സമസ്തയെ ഏൽപ്പിച്ചത്. പറഞ്ഞത് മനസ്സിലായില്ല. 1926 സമസ്ത രൂപീകരിക്കുമ്പോൾ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്തേക്ക് മഹാനാകുന്ന വരക്കൽ തങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള 40 പ്രധാനികളെ വായിച്ചാൽ അതിൽ ഒന്ന് കണ്ണിയത്ത് ഉസ്താദാണ്. അവസാനം ലോകത്തോട് വിട പറഞ്ഞ ആദ്യ യോഗത്തിൽ സംബന്ധിച്ച ആളുകളിൽ ഒന്ന് കണ്ണിയത്ത് ഉസ്താദാണ് എന്നർത്ഥം. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ സമസ്തയെ ഏൽപ്പിച്ചത് വരക്കൽ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ കണ്ണിയത്ത് ഉസ്താദിനൊരു ബാധ്യത ഉണ്ടായിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്നതോടുകൂടി ആ മഹത്വമുള്ള ആ തരത്തിലുള്ള ഒരു പണ്ഡിതന്റെ വിടവ് നികത്താൻ കഴിയൂല. പകരക്കാരായി അല്ലാഹു എത്ര നൽകിയാലും ആ സ്ഥാനത്തേക്ക് എത്തൂല എന്ന് എല്ലാവർക്കും അറിയാം. മഹാനാകുന്ന ശംസുൽ ഉലമായി തങ്ങളെന്ന് പറയുന്ന ഹിക്മത്തുള്ള ആ പ്രോജ്വല പണ്ഡിതനെ 1952 കാലഘട്ടത്തിൽ സമസ്തയുടെ അമരത്തേക്ക് കൊണ്ടുവന്ന് 57 ജനറൽ സെക്രട്ടറി പദവി ഏൽപ്പിച്ചു കൊടുത്ത് 96 മഹാനാകുന്ന ശംസുൽ ഉലമായി തങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഹിക്മത്തുള്ള പണ്ഡിതന് ഇനി ഒരിക്കലും ലോകത്ത് വരുമെന്ന പ്രതീക്ഷ ഇല്ല. അതുകൊണ്ട് ഈ 2 മഹാന്മാർ ദുനിയാവിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ ബാധ്യത അവർ നിർവഹിച്ചു. പാവപ്പെട്ട സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരൊറ്റ കുടി പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അകത്തുണ്ടാവാൻ പാടില്ല. അത് സയ്യിദ് എന്ന പേരിലാരും പെടില്ല, ആലിമി എന്ന പേരിലാരും പെടില്ല, പ്രഭാഷകൻ എന്ന പേരിലാരും പെടില്ല, സംവാദ നടത്തിപ്പുകാരൻ എന്ന പേരിലാരും പെടില്ല, ഏത് പേരിലാണെങ്കിലും പെടില്ല. സമസ്തയുടെ അകത്തിരിക്കുന്ന ഒരാൾ ഞങ്ങൾ ഇല്ലാത്ത കാലത്ത് ഞങ്ങളുടെ മക്കളെ വഞ്ചിക്കാൻ പാടില്ല എന്ന് ആത്മീയ ലോകത്തുള്ള അകക്കാഴ്ച കൊണ്ട് മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് മനസ്സിലാക്കിയപ്പോ 6 പേരെ അവരുടെ ജീവിതകാലത്ത് അവരെ പുറത്താക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതകാലത്ത് ആ 6 ആളുകളെ അന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ബോംബെ തെരുവിലൂടെ തെണ്ടി നടക്കുന്ന ഏതോ ഒരുത്തന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മുടി അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് 13 ലക്ഷം മക്കൾ പഠിക്കുന്ന ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് മദ്രസകൾ, അത് നിലകൊള്ളുന്ന മഹല്ലുകൾ, ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ എല്ലാവരും സമ്മതിക്കേണ്ടി വരുമായിരുന്നു. ഈ കാപ്പറ്റത്തിന്റെ മുഖം സാധാരണക്കാർക്ക് തിരിച്ചറിയാതെ പോകുമായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിനറിയാം വരാൻ പോകുന്ന കാര്യങ്ങളറിയാം. ശംസുൽ ഉലമായി തങ്ങൾക്കറിയാം. A.P. അബൂബക്കർ മൗലവിയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹിക്മത്ത് പഠിച്ചോ. ഇത് വെറുതെയല്ല, ഇത് ഖൈറായിരുന്നു. ഇത് വലിയ ഖൈർ തന്നെയായിരുന്നു. സയ്യിദുൽ ഉലമയെ പോലത്തെ സാത്വികരാകുന്ന പണ്ഡിതന്മാർ, മഹാനാകുന്ന കോയക്കുട്ടി ഉസ്താദിനെ പോലത്തെ ആത്മീയ ലോകത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാർ, ഇവരെ അമരത്തേക്ക് വരാനുള്ള കാരണം എന്താണ്?
ബഹുമാനപ്പെട്ട ദീനിനോട് ബന്ധമില്ലാത്ത ആളുകൾ, സാധാരണക്കാരെ വഞ്ചിക്കുന്ന ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ വഞ്ചിക്കുന്ന ആളുകൾ, സുന്നത്ത് ജമാഅത്ത് എന്നൊക്കെ പറയുന്നത് ബാഹ്യമായി മാത്രം പറഞ്ഞിട്ട് അകത്ത് സാമ്പത്തിക താല്പര്യം മാത്രമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇങ്ങനത്തെ ആളുകളാണ്. ഈ ആളുകളെന്ന് മനസ്സിലാക്കിയപ്പോ ശംസുൽ ഉലമാ തങ്ങൾ ഉള്ളാള് തങ്ങളെയും അതുപോലെ APയെയും അതുപോലെ ചിറ്റാരി ഹംസ മുസ്ലിയാർ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അതുപോലെ AV മാനിപ്പ മുസ്ലിയാർ, അണ്ടോണം ഒരു മുസ്ലിയാർ 6 പേരെയും പുറത്താക്കി. തൗഫീഖുള്ളവർക്കൊക്കെ തിരിച്ചു വരാൻ കഴിയും. അതേ സമയത്ത് ഈ 6 പേര് ഈ വിധത്തിൽ കടന്നു വന്നപ്പോ അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് നമുക്ക് ബോധ്യമാവുകയാണ്. ഓരോ ദിവസവും ഓരോ ആളുകൾ കടന്നു വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പോകുക. നിർത്തലാക്കിയ ളുഹർ നിസ്കാരം നടപ്പിലാക്കണം എന്നൊക്കെ ഇതുവരെ കേരളം കേൾക്കാത്ത പ്രമേയമായിരുന്നു. ഇങ്ങനെ വഞ്ചന നടത്തുന്ന ആളുകൾ, കപടമുഖവുമായി കടന്നു വരുന്ന ആളുകൾ, ഇവരിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തുക എന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെ തീരുമാനമാണ്. ഏതാവട്ടെ ഒരൊറ്റ വാക്ക് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഉസ്താദ് അലവി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞ് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ദീൻ പറയുന്ന വിഷയത്തിൽ ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ വൈമനസ്യം കാണിക്കാൻ പാടില്ല. രാഷ്ട്രീയ ലോകത്തും ബിസിനസ് ലോകത്തുമുള്ള ആളുകൾക്കൊക്കെ തൽക്കാലം നമ്മൾ ദീൻ പറയുന്നതൊക്കെ നിർത്തിവെക്കേണ്ടി വരും. ഈ കളവുകൾ ആര് പറഞ്ഞു നടന്നാലും അത് കളവാണ് മക്കളെ എന്ന് പറയാൻ നമ്മളെ സമ്മതിക്കൂല. പക്ഷേ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത് നമ്മളല്ല. മുടിയെന്ന് പറയുന്ന ഒരു വിവാദം കുറെ കാലമായല്ലോ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ചില നല്ല പിള്ള ചർമ്മകരുണ്ട്. അവരോട് പറയട്ടെ, മുടി എന്ന പ്രശ്നം ഉണ്ടാക്കിയതല്ല, സമസ്ത ഉണ്ടാക്കിയതല്ല. ആരാണ് കേരളത്തിൽ മുടി പ്രശ്നം ഉണ്ടാക്കിയത് ആ ആളെ വിളിച്ചിട്ട് ഉപദേശിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവരോടൊക്കെ അത് നിർത്താൻ പറയണം. സമസ്തയുടെ ഒരു മദ്രസ പോലും, ഒരു മഹല്ല് പോലും, ഒരു പള്ളി പോലും പിടിച്ചടക്കുന്ന പ്രവർത്തനം ഇനി അവർ നടത്താൻ പാടില്ല. ആ തരത്തിൽ ബഹുമാനപ്പെട്ട ദീന് സംരക്ഷണം നൽകണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവർ അത്തരക്കാരെ പോയി ഉപദേശിക്കേണ്ടതുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീനിൽ പാടില്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. അതിലൊരു സംശയമില്ല. ദീനിൽ പാടില്ലാത്തത് പറഞ്ഞാൽ ശരീഅത്ത് വിവാദം നമുക്കറിയില്ലേ. ശംസുൽ ഉലമയുടെ കാലഘട്ടത്തിൽ ത്വലാഖുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നത്. എന്നാൽ സൈനുൽ ഉലമയുടെ കാലത്ത് നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമില്ല, ലോക്സഭ, നിയമസഭ, അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമുക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എന്റെ ശരീരത്തിൽ ചില ആളുകൾ പറഞ്ഞപ്പോ നീ എന്തേ പ്രതികരിക്കാതെ പോയി എന്നുള്ള ഒരു ചോദ്യം അല്ലാഹുവിൽ നിന്ന് വരാനുണ്ട്. ഇത് പേടിച്ചുകൊണ്ടാണ് ദീനിന്റെ കാര്യം എവിടെയും തുറന്നു പറയാൻ സമസ്തകളുടെ ജംഇയ്യത്തുമായി ഇതുവരെ മടി കാണിച്ചിട്ടില്ല. ഇനിയും അത് തന്നെയാണ്. ശരീഅത്ത് സംബന്ധമായിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് വിശാലമായി നമുക്ക് പറയാം. അത് സംബന്ധമായ കാസറ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സമസ്തകളുടെ ജംഇയ്യത്തുലമയുടെ ശരീഅത്ത് നിലപാട് എന്താണ് എന്നുള്ളത് അത് വ്യക്തമായി നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദീനൊപ്പം നിൽക്കുകയും സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുകയും വിദഗ്ധ ശക്തികളെ പരാജയപ്പെടുത്താൻ ആവശ്യമായ എല്ലാ വഴികളും നേതാക്കന്മാർ പറയുമ്പോൾ അത് അനുസരിക്കുകയും ചെയ്യുക. സമസ്തകളുടെ ജംഇയ്യത്തുലമയുടെ വലിയ പോഷക ഘടകമാകുന്ന SYSന്റെ 60ാം വാർഷിക സമ്മേളനവും അതുപോലെ ബഹുമാനപ്പെട്ട SKSSന്റെ എല്ലാ വർഷവും നടക്കുന്ന മനുഷ്യജാലിക മലപ്പുറം ജില്ലയിൽ പ്രാവശ്യം 2 സ്ഥലത്താണ്. അതിലൊക്കെ നിങ്ങൾ പങ്കാളികളായി സഹായിച്ച് സഹകരിച്ചുകൊണ്ട് വിജയിപ്പിക്കണമെന്നും 23-ാം തീയതി ഇൻഷാ അല്ലാഹ് മുഖം കടലിന്റെ 25 വർഷം ഓരോ വർഷത്തെ ഓരോ മുഖം കടലെങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ മഹാസമ്മേളനം, സഖാഫി സമ്മേളനം എന്ന പേരിൽ നടക്കുമ്പോൾ അതിലൊക്കെ നിങ്ങൾ പങ്കാളികളായി സഹകാരികളായി അത് നിങ്ങളെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം എന്നുകൂടി അറിയിച്ച് പ്രിയപ്പെട്ട ഉസ്താദ് അലവിദാരിമിക്ക് വേണ്ടി വഴിമാറുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.